ധന്യനായ കർത്താവിന് സകല മാനവും മഹത്വവും ഇന്നീ പ്രഭാതത്തിൽ അർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് അത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. ദൈവജനത്തിൻ്റെ ഐക്യത എന്ന് പറയുന്നത്, ദൈവജനത്തിൻ്റെ ഒത്തൊരുമ എന്ന് പറയുന്നത് അതേറെ ശുഭമുള്ളതാണ്, ഏറെ മനോഹരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഐക്യത, ആ മനോഹാരിത എല്ലാം ഇപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിപ്പാൻ എപ്പോഴും ഉത്സാഹമുള്ളവരായി, ഏറെ ശ്രമിക്കുന്നവരായി നമ്മൾ കാണപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. 21-ാമത്തെ സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനമെന്ന, അപ്പോൾ ദാവീദ് എഴുതിയതായിരിക്കുന്ന ഒരു സങ്കീർത്തനമെന്നാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. ദാവീദ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാ, യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, അവൻ നിന്റെ രക്ഷയിൽ വായിച്ചേ ഉല്ലസിച്ച് ഘോഷിക്കും. ദാവീദ് രാജാവായി തീർന്നെങ്കിലും, രാജസിംഹാസനത്തിലാണ് അമർന്നിരിക്കുന്നതെങ്കിലും, രാജകീയമായ പ്രൗഢികൾ, രാജകീയമായിരിക്കുന്ന സകല സുഖ സൗകര്യങ്ങളും താൻ അനുഭവിക്കുന്നെങ്കിലും അതിൻ്റെ മുകളിൽ താൻ തൻ്റെ സാക്ഷ്യമായിട്ട് താൻ തൻ്റെ അനുഭവം പാട്ടായി എഴുതി പറയുക, കർത്താവേ, ഈ സുഖ സൗകര്യങ്ങളും ഈ സുഖലോലുപതകളുമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരുന്നത്. എനിക്ക് സന്തോഷം, എനിക്ക് എൻ്റെ ബലം എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണ്. ദാവീദിന്റെ കാലത്ത് ഇസ്രായേലിലെങ്ങും സമാധാനമുണ്ടായിരുന്നു, യുദ്ധങ്ങൾ ഇസ്രായേൽ ജയിച്ചിരുന്നു എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അവന് ധാരാളം പോർവീരരുണ്ടായിരുന്നു, അവന് ധാരാളം സൈനിക വൃന്ദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ പറയുകയാ, കർത്താവേ, എൻ്റെ കുതിരയുടെ ബലം കൊണ്ടല്ല, എൻ്റെ സൈന്യത്തിന്റെ വലിപ്പം കൊണ്ടല്ല, അവിടുന്ന് എൻ്റെ ബലമായതാ എൻ്റെ സന്തോഷം. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബലമുണ്ടെന്ന് പറയണമെങ്കിൽ, എന്തെങ്കിലും ബലമായി നിൽക്കണമെങ്കിൽ അത് നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിലേ നമുക്കത് സാധിക്കത്തുള്ളൂ. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ഭുജബലം കൊണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യം കൊണ്ട്, നമുക്കുള്ള സമ്പത്ത് കൊണ്ട് പലതിനെയും നേടിയെടുക്കാമെന്ന് നമ്മൾ ശ്രമിക്കുമ്പോഴും പലതും തോറ്റുപോകുന്നില്ലേ? സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ആ തോൽവിയുടെ മധ്യത്തിൽ കർത്താവെ അവിടുന്ന് എൻ്റെ ബലം എന്ന് പറഞ്ഞു നോക്കിക്കേ. സ്തോത്രം. നമ്മുടെ സകല നന്മകളെയും കൊണ്ട് നമ്മെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ടിടയായി തീരും. സ്തോത്രം. മറന്നുപോകരുത്. അടുത്ത് പറയുക, അവിടുത്തെ രക്ഷയിൽ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കുന്നു, ഏറ്റവും ഉല്ലസിക്കുന്നു. ഇത്രയും വലിയ ജയം, ഇത്രയും വലിയ നന്മകൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ദാവീദിന്റെ ആ ഒരു സന്തോഷം എന്തിലാണെന്നറിയാവോ? ദൈവം കൊടുത്ത രക്ഷയിൽ. 51-ാമത്തെ സങ്കീർത്തനത്തില് താൻ വളരെ ശക്തമായി പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവ് കൊണ്ട് എന്നെ താങ്ങണമേ. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? അത് ദൈവം തന്ന രക്ഷയുടെ സന്തോഷമാണ്. മറന്നു പോകരുത്. എപ്പോഴെല്ലാം ആ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലയോ, ഈ ലോകത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏത് സന്തോഷവും വ്യർത്ഥമാ, നൈമിഷികമാ, മൊമെന്ററിയാ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ആ സകല ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന യേശുവിനെ പറ്റി ദൂതന്മാർ ഇടയന്മാരോട് ഘോഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വേണോ? യഥാർത്ഥമായ സന്തോഷം വേണോ? കർത്താവ് പറയുക, ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം. സ്തോത്രം. ലോകത്തിന് തരാൻ കഴിയുന്ന സമാധാനങ്ങളുണ്ട്. നല്ലൊരു ഉറക്ക ഗുളിക കഴിച്ചാല് സമാധാനമായിട്ട് ആ ഉറക്ക ഗുളികയുടെ കപ്പാസിറ്റി എത്രയാണോ അത്ര നേരം സമാധാനമായിട്ട് ഒന്നും അറിയാതെ പോത്തുപോലെ ഉറങ്ങാം. പക്ഷെ അത് കഴിഞ്ഞ് എണീക്കുമ്പം നമ്മൾ തിരിച്ചെഴുന്നേൽക്കുന്നത് നമ്മുടെ അതേ ജീവിത സാഹചര്യത്തിലേക്കാ. പക്ഷെ യേശുവിനെയും കൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ, യേശുവിൽ നാം ജീവിക്കുന്നെങ്കിൽ, അവനെ വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വളർത്തിയെടുക്കുന്നെങ്കിൽ, സ്വത്രം, ഏത് അസമാധാനങ്ങളുടെ മധ്യത്തിലും നമുക്ക് സമാധാനമായി ജീവിക്കുവാൻ നമുക്ക് കഴിയും. ഇത് നമ്മുടെ അനുഭവമാ. ഇത് ദൈവവചനം വിളിച്ചോതുന്ന സത്യമാ. ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുക കർത്താവ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
സമാധാനത്തിന് ഏക വഴി നമ്മുടെ കർത്താവ് മാത്രമാ. നിലനിൽക്കുന്ന സന്തോഷം നമ്മുടെ കർത്താവിൽ മാത്രമാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ എനിക്ക് എല്ലാ നന്മകളും ഉണ്ട്, പക്ഷെ എൻ്റെ ബലം നീയാ. സ്തോത്രം. എനിക്ക് എല്ലാ ആനന്ദവും ഉണ്ട്, പക്ഷെ എൻ്റെ ഉല്ലാസം നീയാ. സ്തോത്രം. ഇങ്ങനെ പറയാൻ കഴിയുന്നതാ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യം. പലപ്പോഴും ഇന്ന് ഇതിൽ നിന്ന് മാറിപ്പോകുന്നതാ നമ്മുടെയൊക്കെ പരാജയം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളിൽ, നമുക്കുള്ള കഴിവുകളിൽ, നമുക്കുള്ളതായിരിക്കുന്ന മേന്മകളിൽ അധികം ഉല്ലാസം കണ്ടെത്തുമ്പോൾ, അധിക സന്തോഷം കണ്ടെത്തുമ്പോൾ, ഇതിൻ്റെയൊക്കെ കാരണഭൂതനായിരിക്കുന്ന കർത്താവിനെ നമ്മൾ മറന്നു പോകുന്നു. സ്തോത്രം. അവിടുത്തെ ഹൃദയത്തിൽ എത്രമാത്രം വേദനയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. സ്തോത്രം. നമ്മെ സൃഷ്ടിച്ച് നമുക്ക് ബലം നൽകി തന്ന, നമ്മെ വഴി നടത്തുന്ന, സ്തോത്രം, ആ പിതാവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിനെ അക്നോളജ് ചെയ്യാൻ, അതിനെ സമ്മതിക്കാൻ, അത് ഏറ്റുപറയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇത്രത്തോളം ഒരു തോൽവി മറ്റൊന്നുമില്ല എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് പറയാം, കർത്താവേ അവിടുന്ന് എൻ്റെ ബലം, അവിടുത്തെ രക്ഷയായ എൻ്റെ ഉല്ലാസം. ഹല്ലേലൂയ. അടുത്ത് പറയുക, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നാ പറയുന്നേ. സ്തോത്രം. കാഴ്ചയേക്കാൾ അല്പം കൂടെ മേളിൽ അറിവെന്ന് പറയുന്നേ. സ്തോത്രം. കാഴ്ചയേക്കാൾ ഒത്തിരി മേളില, എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല എൻ്റെ കയ്യിൽ, പക്ഷെ കാഴ്ചയേക്കാൾ ഒത്തിരി മേളിൽ അറിവെന്ന് പറയുന്നത്. സ്തോത്രം. ദൈവം കാണുകയല്ല, ദൈവം അതിനെ അറിയുന്നുണ്ട്. കാണുന്നവൻ കണ്ണീര് ചിലപ്പോൾ കാണത്തുള്ളൂ, പക്ഷെ അതിൻ്റെ പുറകിലുള്ള വേദന എന്താന്ന് പലപ്പോഴും പലർക്കും അറിയത്തില്ല. പക്ഷെ അറിയുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണീരിൻ്റെ പുറകിലുള്ള വേദന ദൈവത്തിന് അറിയാവുന്ന. സ്തോത്രം. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവം. എന്നിട്ട് പറയാ, നിന്റെ അധരങ്ങളുടെ യാചന, നിന്റെ വായിൽ നിന്ന് നീ പ്രാർത്ഥിച്ച ചെറിയ പ്രാർത്ഥനയുണ്ടല്ലോ, അതിനെ നിഷേധിക്കാത്ത ഒരു കർത്താവിനെയാ ഇന്ന് പകൽക്കാലം നാം കാണുവാൻ, അനുഭവിക്കുവാൻ, സ്തോത്രം, വിളിച്ചപേക്ഷിക്കുവാനായിട്ട് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ, നമ്മുടെ അധരത്തിന്റെ യാചനകളെ നിഷേധിക്കാത്ത. പലപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് ചില കാര്യങ്ങളെ പറയുമ്പോൾ നമ്മൾ നിഷേധം അനുഭവിക്കാം, റിജക്ഷൻ. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കലും ദൈവം നമ്മെ നിഷേധിക്കത്തില്ല. ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? തൻ്റെ അടുക്കൽ കർത്താവ് പറയാ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും ഓടി എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ എന്ത് ചെയ്യാം? നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ആ ആശ്വാസം, ആ സന്തോഷം, ആ സ്നേഹം നമുക്ക് ഒരിടത്തേ കിട്ടത്തുള്ളൂ, അത് നമ്മുടെ കർത്താവിൻ്റെ അടുക്കലാ. അതുകൊണ്ട് ഏത് ജീവിതത്തിന്റെ അനുഭവത്തിലും ഓടിച്ചെന്ന് ഈ കർത്താവിനോട് അടുത്ത് ചെന്ന് ആ കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്നിരിക്കാൻ നമ്മൾ ശീലിക്കുന്നവരായി തീരണം. സ്തോത്രം. നമ്മുടെ അധരങ്ങളുടെ യാചനയെ നിഷേധിക്കാത്ത ദൈവം. അടുത്ത് പറയുക, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു എന്നാ പറയുന്നത്. നിങ്ങൾക്കതൊന്ന് ഒന്ന് ഭാവനയിൽ കാണാൻ കഴിയുന്നുണ്ടോ? അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ, ഇപ്പൊ ഈ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം തയ്യാറാകും, എതിരേൽക്കാൻ തയ്യാറാകും, എതിരേറ്റ് നമ്മൾ നിൽക്കും. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ നന്മയുള്ള അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ എതിരേറ്റ്, മകൻ വരുന്നത് കാത്ത്, മോള് വരുന്നത് കാത്ത് നമ്മെ എതിരേൽക്കാൻ തൻ്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നമ്മെ വരവേൽക്കുന്ന ഒരു കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ സ്നേഹമാ മുടിയനായ പുത്രന്റെ കഥയിൽ നാം കാണുന്ന, അല്ലെങ്കിൽ ആ സംഭവത്തിൽ കാണുന്ന പിതാവിന്റെ സ്നേഹം. ആ പോർട്ടിക്കോയിൽ, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുവാണേ, ആ പോർട്ടിക്കോയിലിരുന്ന് അങ്ങേ അറ്റത്ത് വഴി ദൂരത്തിൽ നിന്ന് കടന്നു വരുന്ന മകനെ നോക്കി താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ തക്കവണ്ണം പിതാവ് കാണിക്കുന്ന ആ എതിരേൽപ്പുണ്ടല്ലോ. സ്തോത്രം. ആ വരവേൽപ്പുണ്ടല്ലോ. ഹല്ലേലൂയ. പകൽക്കാലം നമ്മെ അങ്ങനെ എതിരേൽക്കുന്ന ഒരു കർത്താവാ. സ്തോത്രം. സ്തോത്രം. എത്ര സ്നേഹമായിട്ടാണ് നമ്മെ ആദരിക്കുന്നത്.
സ്തോത്രം. നമ്മെ ആദരിക്കുന്നവനാ പ്രിയമുള്ളവരെ. സ്തോത്രം. ലോകം നമ്മെ ആദരിച്ചില്ലെങ്കിലും നമ്മളെ ആദരിക്കുന്നവനാ നമ്മുടെ കർത്താവ്. നമ്മെ എതിരേൽക്കുന്നവനാ കർത്താവ്. നമുക്ക് വാല്യൂ തരുന്നവനാ കർത്താവ്. നമ്മെ വിലമതിക്കുന്നവനാ കർത്താവ്. തൻ്റെ ജീവനേക്കാൾ എന്നെ നിങ്ങളെയും വിലമതിച്ചില്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അതിന് തക്കവണ്ണം നാം അവൻ എന്ത് വിലയാ കൊടുക്കുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവനാലാ നമുക്ക് സകല അനുഗ്രഹവും വന്നിരിക്കുന്നത്. ആ മഹത്വം അവന് കൊടുത്തുകൂടെ? സ്തോത്രം. അവനായിട്ട് ജീവിക്കാൻ നമ്മുടെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ സമർപ്പിക്കേണ്ടതല്ലയോ? ഇന്ന് പകൽക്കാലം നമ്മെ സമർപ്പിക്കാം. വേഗത്തിൽ ഞാൻ നിർത്തുകയാ. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നിട്ട് പറയുക, എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുന്ന ഒരു കർത്താവ്. എഫെസ്യർ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. സ്തോത്രം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. സ്തോത്രം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. അടുത്ത വാക്യം, നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. ദൈവത്തിന്റെ രക്ഷയാൽ നമ്മുടെ മഹത്വം വലിയത്. സ്തോത്രം. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ആദരിക്കുന്നു, ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു സത്യമാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊന്ന് ഓർത്താ നമ്മുടെ ജീവിതത്തിൽ ഒരു സത്യമാണ്. നമ്മളൊക്കെ നിൽക്കുന്നതിന്റെ കാരണം എന്തുവാ? കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട്. സ്തോത്രം. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട്. ഞാൻ അങ്ങേ സേവിച്ചോളാം എന്ന് അവനോട് ഉടമ്പടി ചെയ്ത് ആ ഉടമ്പടിയിൽ നിന്ന് മാറാതിരുന്നത് കൊണ്ട് ചില സമയത്ത് മാറിയപ്പോഴും തന്നോട് ചെയ്ത ഉടമ്പടി അവൻ മറന്നു കളഞ്ഞില്ല. താൻ നമ്മോട് ചെയ്ത ഉടമ്പടി താൻ മറന്നു കളഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ രക്ഷയാൽ നമുക്ക് വരുന്ന മഹത്വത്തോളം വലിയ മഹത്വം മറ്റൊന്നും നമുക്ക് ലഭിക്കാനില്ല. ലോകത്തിന് മുമ്പിൽ അത് വലിയ മഹത്വമൊന്നുമല്ല കേട്ടോ. നമ്മളെ വിളിക്കും, ബന്ധക്കോസുകാരെന്ന് വിളിക്കും കൈയടിച്ച് പാട്ട് പാടുമ്പം ആ ഹല്ലേലൂയക്കാരെന്ന് ചിലപ്പോൾ നമ്മളെ വിളിച്ചെന്നിരിക്കും, നമ്മളെ കളിയാക്കിയെന്നിരിക്കും. ലോകത്തിന്റെ മുമ്പിൽ അത് മഹത്വമല്ലെങ്കിലും സ്വർഗത്തിന്റെ മുമ്പിൽ നമുക്ക് ലഭിക്കുന്ന മാനം എന്ന് പറയുന്നത് സകല മാനത്തിലും മേലെയുള്ള മാനമാണ്. ആ മാനം കണ്ടിറങ്ങിയവരാ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. സ്തോത്രം. പലപ്പോഴും ലോകത്തിന്റെ മാനം കണ്ട് ജീവിക്കുന്നവർക്ക് വിശ്വാസത്തിലും വിശ്വാസ വചനത്തിലും നിലനിൽപ്പാൻ കഴിയാതെ പോകുമ്പോൾ സ്വർഗീയ മാനം കണ്ടിറങ്ങിയവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കും. കാരണം അവരുടെ നോട്ടം എന്ന് പറയുന്നത്, അവരുടെ പ്രത്യാശ, അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിത്യമായതിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടി, എനിക്കുള്ള ഭാഗ്യം ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ ഈ ലോകത്തെ ത്യജിച്ച് പിന്നിലെറിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അല്പകാലത്തേക്കുള്ള കഷ്ടം താരമില്ലെന്നെണ്ണി. കാരണം വരുവാനുള്ള നിത്യ തേജസ്, അതിൻ്റെ കനമോർക്കുമ്പോഴെന്നാ പറയുന്നത്. ഈ കനം എന്ന് പറയുന്നത് വെറും കനത്തെക്കാളും കനം എന്ന് നമ്മൾ പറയത്തില്ല, അതിൻ്റെ മുകളിലുള്ളതാ എന്ന് പറഞ്ഞാൽ അതിനുള്ള വെയിറ്റേജ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് കുറച്ചും കൂടെ നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വേർഡ്, അതിനുള്ള വെയിറ്റേജ്. ഹല്ലേലൂയ. അത് കാണാൻ നമുക്ക് കഴിയട്ടെ. പലപ്പോഴും നമ്മുടെ കണ്ണുകൾ ആ നിത്യദർശനത്തിൽ നിന്ന് ഈ ലൗകികമായ കാര്യങ്ങളിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുന്നത്. നമ്മുടെ മഹത്വം, നമ്മൾ ലോകത്തിലുള്ള മഹത്വത്തിൻ്റെ പുറകെ അധികമായിട്ട് ഓടുന്നത്. സ്തോത്രം. അവനെ പിൻപറ്റുന്നവർക്ക് ധനവും മാനവും ജീവനും ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമുക്ക് അവനെ പിൻപറ്റുന്നതിൽ ഉത്സുകരായി ദൈവത്തെ പിൻപറ്റാം. സ്തോത്രം. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അവന്റെ സന്നിധിയിൽ കടന്നു വരുന്നവർക്ക് എന്തുണ്ട്? ആനന്ദമുണ്ട്. സ്തോത്രം. ലോകപ്രകാരം ആനന്ദിക്കാൻ സാഹചര്യമില്ലായിരിക്കും, പ്രയാസങ്ങളായിരിക്കും, പ്രതികൂലങ്ങളായിരിക്കും, ജീവിതത്തിൽ വ്യസനങ്ങൾ, ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും. പക്ഷെ അതിൻ്റെ മധ്യത്തിലും നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നിട്ട് പറയുക, 7-ാമത്തെ വാക്യം നിർത്തുക. അവസാനം ഞാൻ ഇതും കൊണ്ട് ഇവിടെ നിർത്തും. രാജാവ് വായിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന് കുലുങ്ങാതിരിക്കണമെങ്കിൽ, ഒരു വ്യക്തിക്ക് കുലുക്കമില്ലാതിരിക്കണമെങ്കിൽ, ഏത് സാഹചര്യങ്ങളിലും തളർന്നു പോകാത്ത
ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരണമെങ്കിൽ, ഏത് സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാനുള്ള, അതിനെ ജയിച്ചു മുന്നേറുവാനുള്ള ബലം ഹൃദയത്തിൽ ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് 125-ാമത്തെ സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാ? യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഹല്ലേലൂയ. എത്ര വലിയ പ്രതികൂലങ്ങൾ വന്നാലും, എത്ര കൊടുങ്കാറ്റുകൾ അടിച്ചാലും, ചുറ്റും ചിലപ്പം ആ പർവ്വതത്തെ തന്നെ നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീഴും. അടുത്തത് പർവ്വതമാണെന്ന് വിചാരിക്കുക, അത്രയും ഘോരമായ കൊടുങ്കാറ്റാ. പക്ഷെ അതിന്റെ മധ്യത്തിലും സിയോൻ പർവ്വതം എന്താ? കുലുങ്ങാതെ നിൽക്കുക. കാരണം യഹോവയിൽ ആശ്രയിക്കുന്നവർ ഇതുപോലെയാണെന്ന് ഒരു ഉദാഹരണം പറഞ്ഞ് കർത്താവ് പറയുക. യഹോവയിൽ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, ഈ കർത്താവിനെ ചാരി നാം മുമ്പോട്ട് പോകുന്നെങ്കിൽ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, തിരമാലകൾ ഉയരട്ടെ, അതിൻ്റെ മധ്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. അതിൽ നിന്ന് നമ്മെ കരകയറ്റി, സ്തോത്രം, കരയേറുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു നാമമുണ്ട്. അത് യേശുവിൻ്റെ നാമമാണ്. ഇന്ന് പകൽക്കാലം ആ നാമത്തിൽ നമുക്ക് ശക്തമായിട്ട് ആശ്രയിക്കാം. പറയാം, വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. സ്തോത്രം. പലപ്പോഴും ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കും, പക്ഷെ വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് ഭയങ്കര വിഷമമാണ്. വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം, കർത്താവേ, എൻ്റെ ജീവന്റെ ആധാരം അങ്ങാണെന്ന് പറയണം. സ്തോത്രം. ഞാൻ നിൽക്കുന്നതും നിർമൂലമാകാതിരിക്കുന്നതും അവിടുത്തെ കൃപയാണെന്ന് പറയണം. സ്തോത്രം. ഹല്ലേലൂയ. അത് നമുക്ക് തന്നെ ഒരു ബലമാണ്. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാം. കർത്താവിലാണ് നമ്മുടെ ബലമെന്ന് തിരിച്ചറിഞ്ഞ് ശക്തമായി കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട്, കർത്താവിന് നന്ദി കയറ്റിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വർഷക്കാലമായിട്ട്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. യുദ്ധത്തിൽ ജയം ആരുടെ കൈവശത്തിലിരിക്കുന്നു? യഹോവയുടെ കൈവശത്തിലിരിക്കും. ഹല്ലേലൂയ. ആകയാൽ ദൈവത്തിൽ ആശ്രയിക്കാൻ, കർത്താവിൽ നിലനിൽക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.